അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ എൻ്റെ ഡ്രീമാണ്, എൻ്റെ വർഷങ്ങളായിട്ടുള്ള ഡ്രീമാണ് ഒരു ആക്ടർ ആവുക. അപ്പം അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഡ്രീമാണ് റൈറ്റർ ആവുക. പിന്നെ ഡയറക്ടർ ആവണം എന്ന്, പക്ഷേ അത് ഭയങ്കര ടഫാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ആ മേഖല തൊടുവില്ല. അപ്പോൾ റൈറ്റർ ഇത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇതിനു മുന്നേ മിഡ്നൈറ്റ് മുള്ളൻകൊല്ലിയിലാണ് ബ്ലസ്സൺ എൽസായിട്ട് ആദ്യമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത്. അപ്പം അപ്പം ഞാൻ പ്രൊഡ്യൂസേഴ്സ് കൂടെ ചോദിച്ചപ്പോൾ അവർക്ക് രണ്ടുപേർക്കും പൂർണ്ണ വിശ്വാസമാണ്, നിങ്ങളുടെ സ്ക്രിപ്റ്റിങ്ങും ഡയറക്ഷനും അവർക്ക് പൂർണ്ണ വിശ്വാസമാണെന്ന് പറഞ്ഞത്. എങ്ങനെ ഈ കോൺഫിഡൻസിനെ? ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം അസിസ്റ്റന്റ്മാരിൽ ആരൊക്കെയാണ് ഉഴപ്പ്, ആരൊക്കെയാണ് കഷ്ടപ്പെടുന്നത് അറിയാം. അങ്ങനെ കഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ കണ്ടു. നമ്മൾ 2-3 അസിസ്റ്റന്റ്മാരുണ്ടായിരുന്നു. അതിനകത്ത് ഒരുത്തൻ ഇപ്പോഴും ഉണ്ട്, അവനെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ അവരുടെ കഴിവ് കാണുമ്പോഴാണല്ലോ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നമ്മൾ നല്ലൊരു വൈബ് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായപ്പോൾ ശരി, ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നപ്പോൾ നമുക്കെന്നും തുറന്ന് പറയാൻ പറ്റണം, ഈഗോ അടിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ തുറന്ന് പറയാൻ പറ്റുന്ന ആൾ ഞാൻ ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ഒരു രീതി കാണുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഒരു കംഫർട്ട് സോൺ ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനും ഒരു ടെൻഷനില്ലാതെ വർക്ക് ചെയ്യാനും നമുക്ക് അഭിപ്രായം പറയാനും എല്ലാം പറ്റും. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ശരി അവന് കൊടുക്കാം. ഇനിയും അസിസ്റ്റന്റ്മാരുണ്ട്, വേറെ അസിസ്റ്റന്റ്മാർ അവിടെ നിൽപ്പുണ്ട്. അവർക്കും എന്തെങ്കിലുമൊക്കെ എങ്ങനെയൊക്കെ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം എന്നെക്കൊണ്ട്. കാരണം ഞാനങ്ങനെ വലിയ ആക്ടറൊന്നുമല്ല, പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നത് അവർക്കും ചെയ്തു കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.